ഏഴുത്തും വിളക്ക് കഴുകുന്നു. തിരുമേനിയുടെ ആൾ വല്ലതും ആയിരിക്കും. ആരാ? എവിടുന്നാ? ഞങ്ങൾ ഓച്ചറന്ന് വരുമായിരുന്നേ, തിരുമേനി ഒന്ന് കാണണമായിരുന്നു. തിരുമേനി ഒരു പൂജയിലായിരുന്നല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾ ഒരുപാട് ദൂരത്തൊന്നും വരുക, അത്യാവശ്യമായിട്ട് കണ്ടേ വരത്തുള്ളൂ. അന്ന് നിങ്ങൾ ഇങ്ങോട്ടിരി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓ ശരി. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോണം കേട്ടോ. ചെറുക്ക് പോയ ആളിനെ കാണുന്നില്ലല്ലോ. ചുട്ടുകോഴിയെ പഴിപ്പിക്കുന്നതിനാ. പഴിപ്പിക്കുന്നേ? എന്തോ പഴിപ്പിക്കുന്നേ? പഴിപ്പിക്കുന്നതല്ല, ചുട്ടുകോഴിയെ പറപ്പിക്കുന്നേ. പറപ്പിക്കുന്നേ. എടോ കൊച്ചി ഇവിടെ കാണുമായിരിക്കും. പറയാൻ പറ്റത്തില്ല. അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. പാവാടോ. നമസ്കാരം തിരുമേനി. നമസ്കാരം. വരിക, ഇരിക്കുക. ഞെരുപ്പൻ സൗണ്ട്. ഇരിക്കടോ. എവിടെയാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ ഓച്ചറന്ന് വരുമായിരുന്നേ. ഒരു അത്യാവശ്യ കാര്യം തിരുമേനിയോട് പറയാനുണ്ടായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി വന്നതാ. തിരുമേനി ഒരു പൂജയിലാണെന്ന് പുറത്ത് ശിഷ്യനാണ് പുറത്തേക്ക്. ശിഷ്യൻ പറഞ്ഞായിരുന്നു. രാവിലെ ഒരു പൂജ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ കുറച്ച് നാളായി തിരുമേനി, കുറെ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താം. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം. എന്താണ് പരിഹാരം എന്ന് ചോദിക്കായിരുന്നു. ഉണ്ട്, പരിഹാരമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടെ. ധർമ്മദേവങ്ങളെയും നമ്മുടെ പരദേവതയെയും ദേശദേവതയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ആ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മനഃശുദ്ധിയോടുകൂടി ഇത് സ്വീകരിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം ശാശ്വതമായി പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങള് നല്ല മനസ്സോടുകൂടി ഈ ആവണി പലകയിലേക്ക് വെക്കുക. ഇവിടെ ഇനി അവിടെ പോയിരുന്നോ? അങ്ങോട്ട് പോയി. ഇച്ചിരി പ്രശ്നം പിടിച്ച കാര്യമാണ്. ഞാൻ നോക്കിയിട്ട് നിങ്ങളെ ഒരുപാട് വിഷയങ്ങൾ അലട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. എന്താ പേര്? വിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. വലിച്ച് അല്ല, എന്റെ പറയാൻ നടന്ന എന്തിനാ തിരുമേനി ഈ കുട്ടി ശല്യം ചെയ്യുന്നത്? അല്ല, അത് വിഷ്ണുവിന്റെ മുൻ തലമുറയിൽപ്പെട്ട ഒരു കുഞ്ഞ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. മനസ്സിലായോ പറഞ്ഞു? നിന്റെ കുടുംബത്തൊന്നും എനിക്ക് എപ്പോഴും അറിയാം. തിരുമേനി നോക്കുന്നുണ്ടല്ലേ? എന്തോ മോനെ പുറകുന്നത്? മോന്റെ പേരെന്തുവാ? നാഗുൽ. വിഷ്ണുവിന്റെ കൂട്ടുകാരനല്ലയോ? അപ്പോ വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവാം, അവരെ പേടിപ്പെടുത്താം. പ്രതികാരമായിട്ടാണ് നടക്കുന്നത്. പരിഹാരമുണ്ട്. അതിനെ നമുക്ക് പരിഹാരമുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. ഇച്ചിരി കുഴപ്പമാണ്, ഇച്ചിരി റിസ്ക് പിടിച്ച പണിയാണ്. അത് നമുക്ക് ഈ താന്ത്രിക വിധി പ്രകാരം ഇതിനകത്തല്ല എങ്കിൽ പോലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കി നമുക്കത് ഈ ബാധയെ നമുക്ക് ആവാഹിച്ചു മാറ്റാം. ഒരാവാഹനമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാരെന്തോ ഇതിന് നമ്മളെ എന്തിനാ? മുൻ തലമുറയിൽപ്പെട്ടവർ ചെയ്തതിന്റെ പാപഫലം ഇപ്പോഴുള്ളവരാണ് അനുഭവിക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ വിഷയം ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? തൊട്ടടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ചിലരൊന്നും ആരും മിണ്ടുന്നില്ല, പറയുന്നില്ല. ചിലര് ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്നു, അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറണേ എന്ന് പറയുന്നു. പക്ഷെ ഇത് ആ രീതിയല്ല. ഇതൊരു ആത്മാവ് കുടിയേറി നശിപ്പിക്കുകയാണ്. ആ തലമുറ അവനെ കൊന്ന് അവന്റെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. അപ്പോ അതൊരു ആത്മാവിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ് ശരീരത്തിൽ. ഞാനിപ്പോ തൽക്കാലം ഒരു ചരട് തരാം. ഇത് അഴിഞ്ഞു പോവുകയോ മറ്റൊന്നും പാടില്ല. അതും ശുദ്ധവും വൃത്തിയോടും കൂടി കയ്യിൽ ധരിക്കുക. ധരിച്ചതിന് ശേഷം ഈ വരുന്ന ചൊവ്വാഴ്ച വരിക. നമുക്കതിന് പരിഹാരം കണ്ടെത്താം. തീർച്ചയായും ഈ ബാധയെ, ഈ ആത്മാവിനെ നമ്മള് ഇതിനെ മോചിപ്പിക്കും. മോശപ്രാപ്തി അതിന് കിട്ടും. വിഷ്ണുവിനും കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാം നിങ്ങളുടെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കാം. ഈ ചരട് എപ്പോഴും കൈ സൂക്ഷിച്ചോണം കേട്ടോ.
ഇവന് മാത്രമല്ല ചേരട്ടെ, എനിക്കില്ലയോ? അതിപ്പം വിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം വിഷ്ണു കയ്യിൽ ധരിക്കട്ടെ, മോനും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും വിഷ്ണുവിന്റെ കയ്യിൽ ചരട് കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുത്തില്ല, മോനും അതിൽ പ്രശ്നങ്ങൾ വരുത്തില്ല. ധൈര്യത്തിൽ ഇരിക്കുക, എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. കേട്ടോ? മനസ്സിലായല്ലോ? അങ്ങോട്ട് വെച്ചു. അവിടെ അപ്പം ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ എന്നാ. എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നല്ലോ, എന്തോ ഭയമുണ്ടോ? ചെറുതായിട്ട്. ഇന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ചൊവ്വാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഇങ്ങ് പോന്നിട്ട് എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാകും കേട്ടോ. എന്നാ ഇറങ്ങട്ടെ. ശരി എന്നാ. അയ്യോ, മഴയും പെയ്യുന്നല്ലോ. ഇവിടെ അങ്ങ് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇറങ്ങ. ഞാനേ ഒന്നും ഉള്ളി വെച്ചും വരാം. പോയിട്ട് ഹെൽമെറ്റ് തലേ വെച്ചോ? തൊപ്പി വേണ്ട. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. കേരള സംസ്ഥാനത്തും ഇനിയുള്ള പൊതുജന നിയമം ഇതാരും ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. ഏറ്റവും സെൻറ്റർ വാങ്ങിക്കാം വള്ളികുന്നം പഞ്ചായത്ത്. പറടാ, ഒരു വഴിക്ക് വരാവുന്നേടാ, പറഞ്ഞു. ഇപ്പം എന്തൊരാശ്വാസം. എൻ്റെ അമ്മോ, എന്തിനാടാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? മൂത്രം ഒഴിക്കാൻ പോലും പോടാ. അയ്യോ അമ്മേ, അയ്യോ നകുലേ. അയ്യോ, നമ്മളിപ്പുറം വരെ ഒന്ന് വന്നതാ. പിന്നെന്താ? അയ്യോ, എൻ്റെ അമ്മ നേരത്തിന് അവിടെ പോയോ? അയ്യോ, എന്തിനാടാ നീ എൻ്റെ പുറകെ ഇങ്ങനെ ശല്യം ചെയ്തത്? ഞാൻ നിനക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, എൻ്റെ ദൈവമേ, ഞാനിത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? നകുലേ. അയ്യോ, ശരിയാണോ? ഞാൻ വെക്കുക. ഇപ്പം പോയിട്ട് പറയാറോ ആയല്ലോ. തിരുമേനി ഒന്നും ചരട്ടല്ലയോ? ഇതിപ്പം കൊണ്ടുപോയില്ലയോ? ഈശ്വരാ, അയ്യോ, ഇതിപ്പോൾ ഞാൻ നേരത്തെ ഓടി വഴിയില്ലയോ? അയ്യോ, എൻ്റെ ദൈവമേ, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഒരു പിടുത്തമില്ല. അയ്യോ. അയ്യോ അമ്മേ, എന്റെ ദൈവമേ, ഇവന് കാട്ടിലിത് എവിടെ പോയി മൂത്രം ഒഴിക്കാനായിട്ട്, പണ്ടാറടങ്ങാനായിട്ട് എന്തോ ചെയ്യാനാന്ന് പറ. വിഷ്ണു, അയ്യോ, നീ എന്താ കൊണ്ടുപോന്നെ? അത് പിന്നെ നീ ഒന്നും പറയണ്ട, വാ, എനിക്ക് മനസ്സിലായി. വാ, എനിക്ക് വാ, നീ ഇവിടെ ഇരിക്കണ്ട, വാ, പോവാം. കൊച്ചി, ഏത് കൊച്ചി? ഇങ്ങോട്ട് വാടക ഇറക്കാം. എനിക്ക് വന്നേ. അങ്ങോട്ട് നോക്ക്. ഞാനങ്ങോട്ട് നോക്കുന്നില്ല, നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ആടാ, ഇങ്ങോട്ട്